എന്തെങ്കിലും ശേഷം സുഖമാണ് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ നമ്മളൊരു ലൈവ് പോയായിരുന്നു ക്യുക്കായിട്ട്. ഇൻസ്റ്റാഗ്രാം ലൈവ് കണ്ടവരെല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ആൾക്കാരായിരുന്നു. യൂട്യൂബ് പലർക്കും നമ്മുടെ ഏതാണെന്ന് അറിയാത്ത ആളുകളുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീമിന്റെ നമ്മൾ എൻഡ് ടു എൻഡ് സപ്പോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും ഇപ്പോൾ നമ്മൾ 3ാമത്തെ വർഷമാണ് നമ്മൾ ചെയ്യുന്നത്. 2 വർഷവും അത്യാവശ്യം 400 മേലെ ആളുകൾ എല്ലാ വർഷവും കയറി വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഒരു 1000, അതായത് ഒരു 50-60% സക്സസ് റേറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ പല പരിപാടികളും നമ്മൾ ഇതിനകത്ത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അത് മാത്രമല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഹൗ ടു അപ്ലൈ എന്ന് ചോദിച്ചവർക്കൊക്കെ കൂടിയുള്ളൊരു വീഡിയോ ആണ്. പലരും പല തെറ്റായിട്ടുള്ള ലിങ്കുകളിൽ കയറി പേയ്മെന്റിന്റെ വക്കിലടക്കം നിൽക്കുന്നവരുണ്ട്. പലരും യൂത്ത് മൊബിലിറ്റി ലിങ്കിലൊക്കെ കയറി പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും തിരിച്ചു വരിക. നിങ്ങളെടുത്ത താക്കോൽ അവിടെ തന്നെ വെക്കുക, തിരിച്ചതേ വഴി കയറുക. ഇതാണ് യഥാർത്ഥ വഴി എന്ന് കാണിച്ചു തരുവാണ്. സോ ഗൈസ്, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പലരും സബ്സ്ക്രൈബും ഫോളോ ഒന്നും ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങൾ ഏതൊക്കെയോ തെറ്റായ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പലരും യൂത്ത് മൊബിലിറ്റി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് അതിൻ്റെ പുറകെ പോയി കുറേ ആൾക്കാർ തെറ്റായ വഴിക്ക് കയറി പോകുന്നു. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. കാരണം 18 വയസ്സ് തൊട്ട് 30 വയസ്സുള്ള എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ. മിനിമം വേണ്ടത് ഒരു ഡിഗ്രിയാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ. ഓക്കെ, ഡിസ്റ്റൻസ് ഡിഗ്രിയും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ അതൊന്നും പേടിക്കേ വേണ്ട. ഡിസ്റ്റൻസ് ഡിഗ്രിയും അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ബാലറ്റ് ഇടുമ്പോഴല്ല, ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് കേട്ടോ. ബാലറ്റ് കിട്ടിയ ശേഷം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബാലറ്റ് ഇടുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബാലറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ള റിസൾട്ട് വരും. അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വരുമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. പാസ്പോർട്ട് ഇല്ലാതെ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നവരുണ്ട്. ഇല്ല, പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ഇല്ലാത്തവർ അപ്ലൈ ചെയ്യരുത്. പിന്നെ മറ്റൊരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞവർ, വിഷമമുണ്ട് എന്നാലും 30 വയസ്സ് കഴിഞ്ഞവർ ഇതിനകത്ത് അപ്ലൈ ചെയ്യരുത്. മാറിയൊക്കെ കഴിഞ്ഞ വർഷം ഒരുപാട് പേര് ഇതേപോലെ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറായി. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാലറ്റ് വരും. പക്ഷെ നിങ്ങൾക്കും പോകാൻ പറ്റില്ല, മറ്റ് ഉള്ള ആളുകൾക്കും പോകാൻ പറ്റില്ല. നിങ്ങൾ ഒരാളുടെ വഴി മുടക്കുന്നതാണ്. പിന്നെ ചിലവർക്ക് വളരെ ക്യൂരിയോസിറ്റിക്ക് ഇത് എന്താണ് സംഭവം നോക്കി അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടേ എനിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. ഒരാളുടെ ജീവിതമാണ് നിങ്ങൾ കളയുന്നത് എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. അതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉത്തരം നൽകാം. ഓക്കെ, ഒന്നാമത് ഈ സർനെയിമിന്റെ ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും. സോ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉള്ളപ്പോൾ ഫസ്റ്റ് നെയിം തന്നെ ലാസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഡോട്ട് ഇടുന്നൊരു ഫസ്റ്റ് നെയിം തന്നെ ലാസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പാസ്പോർട്ടിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് വേണം, കമ്പൾസറി ആയിട്ട് വേണം. ഇനിയിപ്പോൾ സ്കാൻ ചെയ്യേണ്ടവർ PDF ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, PDF-ലാണ് സ്കാൻ ചെയ്യേണ്ടത്. ഇതെന്താ സ്കാൻ ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു കോപ്പി ഉണ്ടല്ലോ, ആ കോപ്പിയും ലാസ്റ്റിൽ നമ്മുടെ അഡ്രസ്സ് ഉള്ള കോപ്പിയും രണ്ടും കൂടിയാണ് സ്കാൻ ചെയ്ത് വെക്കേണ്ടത്. ഫുൾ ആയിട്ടൊന്നും വേണ്ട. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ്. പിന്നെ എല്ലാവരും വളരെ ആശങ്കയോട് ചേട്ടാ ക്യൂ ആണെന്ന് പറയുന്നുണ്ട്. യെസ്, ക്യൂവിലായിരിക്കും എന്നുള്ളതാണ്. ക്യൂ ഉണ്ടാവും. ഇനി ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ പറഞ്ഞു തരാൻ എല്ലാ കാര്യങ്ങളും. ക്യൂ കണ്ട് പേടിക്കേണ്ട. പിന്നെ അത് മാത്രമല്ല 48 മണിക്കൂറിനാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. മലയാളികൾ ഇത് എടുത്തൊരുക്കുവാണ്. കാരണം എല്ലാവരും അതിനകത്ത് ഇതിലെല്ലാകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പേര് മലയാളികൾ കയറി അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ മലയാളികളുടെ കയ്യിലാണ് സംഭവം. അതുകൊണ്ട് തന്നെ സമയം പിടിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 മണിക്കോ 15 മണിക്കോ 12 മണിക്കോ എപ്പോൾ വേണമെങ്കിലും രാത്രികളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് കയറി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കാലത്തോ മോർണിംഗിനോ നാളെയോ മതി. 48 മണിക്കൂറിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടാൽ മതി. ആരും മിസ്സാവില്ല, പേടിക്കണ്ട. ഓക്കെ, ഇമെയിൽ ID, ഫോൺ നമ്പർ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ അക്കൗണ്ട് ഉള്ളവർ, കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തവർ ഇനി അപ്ലൈ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് എക്സിസ്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. സോ അതിനൂടെ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ കുട്ടിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കുട്ടിയുള്ളവർക്ക് അപ്ലൈ ചെയ്തുകൂടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. ഡിപ്പെൻഡിനെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. UK അകത്തുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും UK അകത്ത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിൽക്കുന്ന PSW നിൽക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാം.
YPS നിൽക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഗായ്സ് ഇത്രയും കാര്യങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. സോ ഗായ്സ് അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഇനി ആരും മാറി കയറണ്ട. ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ഇതൊക്കെ കാണാം, പല ലിങ്കുകൾ കാണാം. അതിനകത്തൊന്നും കയറി ക്ലിക്ക് ചെയ്ത് പോകരുത്. പലരും അതുപോലെ ക്ലിക്ക് ചെയ്ത് പല വഴിക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വരിക. സോ മുകളിൽ കാണുന്ന ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് നോക്കുന്ന സമയത്ത് എൻ്റർ എ ബാലറ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്, എൻ്റർ ദ ബാലറ്റ് എന്നുള്ളത്. അതിനകത്ത് കയറി നോക്കുമ്പോൾ ഇതേപോലെ വമ്പൻ ക്യൂ ആയിരിക്കും. ക്യൂ കണ്ടിട്ട് ഒരാളും ആശങ്കപ്പെടേണ്ട. ക്യൂ അതിന് സ്വാഭാവികമാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് സംഭവം. ഓക്കെ, എല്ലാവരും ക്യൂ ആണ്. ഇലക്ഷന് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആദ്യം വരുമ്പോൾ ആദ്യം ചെയ്യും, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ലേറ്റായി വന്നുകൊണ്ട് ക്യൂവിലാണ്. ക്യൂ പാലിക്കുക. ഓക്കെ, അച്ചടക്കത്തോടു കൂടി ക്യൂ പാലിക്കുക. സോ അതുകൊണ്ട് ഇനി ഇപ്പോൾ 25 മിനിറ്റിൻ്റെ ക്യൂ ഒക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ആവും ക്യൂ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം വരെയും ക്യൂ ആയിരിക്കും. അപ്പോൾ അതൊന്നും പേടിക്കണ്ട, 48 മണിക്കൂറുണ്ട്. അതെ, നമ്മുടെ ഏകദേശം കൊണ്ട് ക്യൂ കഴിഞ്ഞു. ബാലറ്റുകൾ ഓപ്പൺ ആയിരിക്കുന്നു. ബാലറ്റ് ഓപ്പൺ ആകാൻ പോകുന്നു. ആശങ്ക അല്ലെങ്കിൽ ആകാംക്ഷ. സോ അത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ മീ എന്ന് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ വാട്ട്സ് യുവർ നെയിം. അപ്പോൾ ഗിവൻ നെയിം കൊടുക്കുക, സർനെയിം കൊടുക്കുക. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർ നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണെന്ന് തന്നെ അത് തന്നെയാണ് ബാക്കി സർനെയിമായിട്ടും കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അതിന് കൺഫ്യൂഷൻ അടിച്ചിട്ട് അവിടെ ഇരിക്കണ്ട. ഇനി വേറെ ആളുകളടുത്ത് ചോദിച്ചു പോകണ്ട. അപ്പോൾ നിങ്ങൾ അതിനകത്ത് പേര് കൊടുക്കുക. പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. വാട്ട്സ് യുവർ കൺട്രി ഓഫ് നാഷണാലിറ്റി? ഇന്ത്യ. ഇന്ത്യക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇന്ത്യ. ഓക്കെ, കൊടുത്തിടുക. പിന്നെ എൻ്റർ യുവർ പാസ്പോർട്ട് ഡീറ്റെയിൽസ്. പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. കൺട്രി ഓഫ് ഇഷ്യൂ ഇതെല്ലാം കൊടുക്കുക. ഇതൊക്കെ വലിയ പ്രശ്നമില്ല. ഇതൊക്കെ ഞാനിത് ഇനി കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എവിടെ അടിക്കുക, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ് നമുക്ക് അപ്ലിക്കേഷൻ ഇടേണ്ടത് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ ഒരു ഇമെയിൽ കൊടുക്കുക. നിങ്ങൾ മുന്നേ അപ്ലൈ ചെയ്തവർക്കാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടത്. ഇത് പുതിയതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ഇമെയിൽ ID കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ ഒന്നും അധികം കാണിക്കാനില്ല. ഇമെയിൽ ID എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചെക്ക് യുവർ ഇമെയിൽ. നമുക്കൊരു സെക്യൂരിറ്റി കോഡ് വരും. ആ സെക്യൂരിറ്റി കോഡ് നമുക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇമെയിൽ ID ഒക്കെ കയ്യിലുണ്ടായിരിക്കണേ. ഓക്കെ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ സെക്യൂരിറ്റി കോഡ് ഇത് കൊടുക്കുക. പിന്നെ മറ്റൊരു ചോദ്യമാണ്, ഡു യു വാണ്ട് സംവൺ എൽസ് ടു ഹാവ് ആക്സസ് ടു യുവർ അക്കൗണ്ട്? നോ കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ചെക്ക് യുവർ ആൻസേഴ്സ് കൊടുക്കുക. ഓക്കെ, ഇതിനകത്തൊക്കെ നിങ്ങളുടെ അടിച്ചൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് പിന്നെ ഇമെയിൽ ID കൊടുത്ത് വെരിഫിക്കേഷൻ കൊടുത്ത് വീണ്ടും സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, വീണ്ടും കയറി പാസ്പോർട്ട് കൊടുക്കുക. അതുപോലെ വാട്ട്സ് യുവർ പാസ്പോർട്ട് നമ്പർ, ആ പാസ്പോർട്ട് നമ്പർ അതിനകത്ത് അടിച്ചു കൊടുക്കുക. ഇനി പാസ്പോർട്ടും അതിൻ്റെ നമ്മുടെ ബർത്ത് ഡേറ്റും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലോഗിൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് ലോഗിനായി കയറിപ്പോവും. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഇമെയിൽ ID ഇതേപോലെ റിസീവ് വൺസ് അഗെയിൻ ഒരു കോഡ് വരും, സെക്യൂരിറ്റി കോഡ്. ആ സെക്യൂരിറ്റി കോഡ് അടിക്കുക. ഇത്രയേ ഉള്ളൂ. സെക്യൂരിറ്റി കോഡ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മെയിൽ വരും. ഇപ്പോൾ വന്നില്ലെങ്കിൽ കുറച്ച് ഒരു ലേറ്റ് ആവും, കാരണം അത്രയും റഷാണ് അതിനകത്ത് കേട്ടോ. പിന്നെ യുവർ ഫോം പ്രൊഫഷണൽ സ്കീം, യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ഒരു ഫോം വരും. അപ്പോൾ അതിനകത്ത് കയറി ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ് എന്നുള്ളൊരു സംഭവമാണ്. അതിനകത്ത് കയറി നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസും ഫോൺ നമ്പറും അതെല്ലാം കൺഫേം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിക്ലറേഷനാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മൾ 18 വയസ്സിന് മേലെയാണെന്ന് ജസ്റ്റ് കൺഫേം ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. അതിനുശേഷം പ്രൊവൈഡ് ആൻഡ് എവിഡൻസ് കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ട്. ഓക്കെ, അപ്ലോഡ് യുവർ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായി. സോ PDF പാസ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, PDF പാസ്പോർട്ട് കൊടുക്കേണ്ടത്. ഫ്രണ്ട് പേജും ബാക്ക് പേജും ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ മറ്റേ എന്താ പറയുക ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ ഉള്ള ആ പേജും കൂടി സ്കാൻ ചെയ്തിട്ടാണ് ഒരു PDF ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, JPG കൊടുക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. PDF ആണ് വേണ്ടത്. സോ PDF തന്നെ ചെയ്യാം. അത് കണ്ടിന്യൂ കൊടുത്തിട്ട് പോയിട്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി കൺഫേം ആൻഡ് ഇത് കൊടുക്കുക. ഓക്കെ, എവിഡൻസ് അപ്ലോഡ് ചെയ്തു. ഓക്കെ, ബാക്കി പരിപാടികളൊക്കെ സ്മൂത്തായി കഴിഞ്ഞു. ഇനി സബ്മിറ്റ് കൊടുക്കുക. അത് എത്ര ഉള്ളൂ പരിപാടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തിട്ട് കൺഫർമേഷൻ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നവർ അവർക്കും കൂടി, അല്ലെങ്കിൽ ഫാമിലിയുള്ള സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും കൊടുക്കണേ. എല്ലാവരും രക്ഷപ്പെടട്ടെ. കേൾക്കണം. ബൈ.